നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും ഏറ്റവും കൂടുതൽ വനമുള്ളതുമായിട്ടുള്ള ജില്ലയാണ് ഇടുക്കി. കാടും മലകളും നിത്യഹരിത വനങ്ങളും കാട്ടുമൃഗങ്ങളും ഒക്കെ കൊണ്ട് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി. ആ ഇടുക്കിയിൽ ഒരു മോണോ റെയിൽവേ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോണോ റെയിൽവേ സിസ്റ്റം തുടങ്ങിയത് ഇടുക്കിയിലാണ്. 1902 മൂന്നാറിലെ കുന്തളംവാലിയിൽ നിന്നും തമിഴ്നാട്ടിലെ തേനിയിലേക്ക് കണ്ണൻദേവൻ തേയിലകൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ റെയിൽവേ സിസ്റ്റം സ്ഥാപിച്ചത്. 2 ചക്രങ്ങൾ ഉപയോഗിച്ച് കാളകളെ കൊണ്ട് വലിപ്പിച്ചാണ് ഈ റെയിൽവേ സിസ്റ്റം പ്രവർത്തിപ്പിച്ചിരുന്നത്. പിന്നീട് 1908 ഈ മോണോ റെയിൽവേ സിസ്റ്റം ഒരു ചെറിയ നീരാവി ലോക്കോമീറ്റർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന നാരോ ഗേജ് ലൈറ്റ് റെയിൽവേ സിസ്റ്റമായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. അന്നു മുതൽ ഈ റെയിൽവേയെ കുന്തളംവാലി റെയിൽവേ എന്ന് അറിയപ്പെട്ടു. 1924 വരെ മൂന്നാറിലെ കുന്തളം താഴ്വരയ്ക്കും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ടോപ്പ് സ്റ്റേഷനും ഇടയിൽ ഇത് പ്രവർത്തിച്ചു. 1924 മഹാപ്രളയത്തിൽ ഈ റെയിൽവേ പൂർണ്ണമായി നശിച്ചു. ശക്തമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് റെയിൽവേ ലൈനുകളും മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും സ്റ്റേഷനുകളും എല്ലാം നാമാവശേഷമായി. ഇന്നും മൂന്നാറിലെ കുന്തളംവാലി താഴ്വരയിലേക്ക് കടന്നു ചെന്നാൽ ഈ റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും.